പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ന്യൂസ് പാപ്പിലേക്ക് സ്വാഗതം. ന്യൂസ് പാപ്പിലേക്ക് സ്വാഗതം എന്ന് പറയുന്നതിന് മുൻപ് നമ്മുടെ യൂട്യൂബ് ചാനലായ മൈ ക്ലാസ്സസ് ബൈ മുഹമ്മദ് അസ്ഹർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് 3-4 കൊല്ലങ്ങളായിട്ട് എല്ലാ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ നമ്മളുമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളുമായിട്ട് പല മെൻറ്റർഷിപ്പ് രീതിയിലെല്ലാം നമ്മളോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ ഇവരെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, കറണ്ട് അഫെയർ കണ്ടൻറ്റുകൾ, ന്യൂസ് പേപ്പർ ഡിസ്കഷൻസ് ഡെയിലി ഇടണം, മറ്റ് കണ്ടൻറ്റുകൾ SSC, UPSC, സിവിൽ സർവീസ് അല്ലെങ്കിൽ PSC, CUET തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കറണ്ട് അഫെയർസ് കണ്ടൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യണം, NCERT കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഫൈനലി അവരുടെ ആവശ്യത്തെ, അവരുടെ ആഗ്രഹത്തെ നമ്മൾ ഒരുമിച്ച് ഞാൻ ഫുൾഫിൽ ചെയ്തിരിക്കുകയാണ്. ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ചാനലിൻ്റെ ഉദ്ദേശം പ്രധാനമായിട്ടും നമ്മുടെ മത്സര പരീക്ഷകൾ, വിശേഷം നിങ്ങൾക്കറിയാം, ഞാൻ UPSC സിവിൽ സർവീസ് മേഖലയിൽ 7 വർഷത്തോളമായിട്ട് ഈ മേഖലയിൽ കുട്ടികളെ മെൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ UPSC സിവിൽ സർവീസ് പരീക്ഷകൾക്കും SSC, PSC, RRB ഇങ്ങനെ ഗവൺമെൻറ് നടത്തുന്ന മത്സര പരീക്ഷകളും കൂടാതെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും പുതിയ CUET പരീക്ഷ, കേന്ദ്ര സർവകലാശാലകളിലേക്ക് കുട്ടികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള CUET പരീക്ഷകൾക്ക് പോലും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കറണ്ട് അഫെയർ GK കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മത്സര പരീക്ഷകൾക്ക് CUETന് സിവിൽ സർവീസിനെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ, ഈ ഒരു ചാനലിൽ നിങ്ങൾ പരിചയപ്പെടുത്തുക, അവരോട് ലൈക്ക് ചെയ്യാൻ പറയുക. എന്തൊക്കെയാണ് യൂട്യൂബ് ചാനലിന് ആദ്യമായിട്ട് ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾ ചെയ്യാൻ പറയുക. നമുക്കൊരുമിച്ച് ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകളെ നിങ്ങളിലേക്ക് സൗജന്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക. ഇതിൻ്റെ നോട്ടും നിങ്ങൾക്കറിയാം, ഞാൻ ആദ്യമേ കറണ്ട് അഫെയർ ഡിസ്കഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ വളരെ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ നോട്ട്. ആ നോട്ടും ഫ്രീ ഓഫ് കോസ്റ്റിന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങൾക്കത് ലഭിക്കും. അതുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു ചാനൽ നിങ്ങൾ പരമാവധി പ്രൊമോട്ട് ചെയ്യുക, നിങ്ങൾ ഇഷ്ടപ്പെടുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. ഇനി എന്താണ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു ന്യൂസ് പേപ്പർ ഇനീഷ്യേറ്റീവ്, ന്യൂസ് പേപ്പറിലൂടെ കറണ്ട് അഫയേഴ്സിലേക്ക് നമ്മൾ പോകുന്ന ഈ ഒരു പ്രോഗ്രാമിന് നമ്മൾ വിളിക്കുന്ന പേര് ന്യൂസ് പാപ്പ് എന്നാണ്. പർസ്യൂ, എറൈസ്, പ്രോസ്പർ. അപ്പോൾ ഈ ന്യൂസ് പാപ്പിലൂടെ നമ്മൾ എല്ലാ ദിവസവും അന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്ന് മത്സര പരീക്ഷകൾക്ക് UPSC, SSC അല്ലെങ്കിൽ RRB, അതുപോലെ PSC, അതുപോലെ CUET, ഇങ്ങനെ ഏത് പരീക്ഷകളാണെങ്കിലും ഈ പരീക്ഷകൾക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ അന്നാന്ന് ദിവസം നിങ്ങൾക്ക് ഒരു ഡിസ്കഷൻ, ആ ആർട്ടിക്കിൾ എടുത്ത് അതിൽ നിന്ന് എന്താണ് ഒരു മത്സര പരീക്ഷയ്ക്ക് ഒരു കുട്ടി പഠിക്കേണ്ടതെന്നുള്ള കൃത്യമായ ഗൈഡൻസ് തരുന്ന, അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഈ ഡിസ്കസ് ചെയ്യുന്ന ഇതേ നോട്ട് ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, കുട്ടികൾക്കറിയാം. ആ നോട്ട് നിങ്ങളിലേക്ക് തരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോയും ഈ നോട്ടും കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് പോകുമ്പോൾ, അതുകൂടാതെ ന്യൂസ് പേപ്പറും ഞാൻ നിങ്ങളിലേക്ക് തരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഹിന്ദുവിൻ്റെ ന്യൂസ് പേപ്പർ എല്ലാ ദിവസവും ഞാൻ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിൾ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആദ്യം അയച്ചു തരും. പിന്നീട് ഈ വീഡിയോയും ഈ നോട്ടും അയച്ചു തരും. അപ്പോൾ ഐ വാണ്ട് മൈ സ്റ്റുഡൻസ്, ഐ വാണ്ട് മൈ വെൽ വിഷേഴ്സ് ടു not miss anything with regard to current affairs from the Hindu newspaper. So നമ്മളധികം ടൈം വേസ്റ്റ് ആക്കുന്നില്ല, നമ്മൾ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ തുടങ്ങുകയാണ്. സോ നമ്മൾ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 17th ഓഗസ്റ്റ് സാറ്റർഡേ 2024, അതായത് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ നിന്നാണ്. നമ്മൾ ഇൻ്റർനാഷണൽ എഡിഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കാരണം കൂടുതൽ വാർത്തകൾ കോംപ്രിഹെൻസീവായി കവർ ചെയ്യുന്ന ഒരു എഡിഷൻ ഇൻ്റർനാഷണൽ എഡിഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻ്റർനാഷണൽ എഡിഷൻ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസ്കഷൻ കൊണ്ടുപോകാൻ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഞാൻ നിങ്ങളുടെ ന്യൂസ് പേപ്പറിലുള്ള അതേ ന്യൂസ് എടുത്തിട്ടാണ് ഞാനിവിടെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ന്യൂസ് പേപ്പർ വായിക്കുന്ന പ്രതീതി എന്നതിൽ നിന്ന് ലഭിക്കും. കാരണം ആ ന്യൂസിൻ്റെ അതേ കട്ടിങ് തന്നെയാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ആ ന്യൂസ് പേപ്പർ ആ ഒരു ആർട്ടിക്കിളിന് ശേഷം അതിൻ്റെ താഴെ എന്താണ് ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ സിലബസിൽ എവിടെയാണ് നിങ്ങൾക്ക് ഈ ആർട്ടിക്കിളിനെ ലിങ്ക് ചെയ്യാൻ പറ്റുന്നത്, ഇതാദ്യം ഇവിടെ നമ്മൾ ആ ആർട്ടിക്കിളിൻ്റെ തൊട്ട് താഴെ തന്നെ കൊടുക്കും. അതിനുശേഷം ആ ആർട്ടിക്കിളിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഒരു പരീക്ഷയ്ക്ക് ആ ആർട്ടിക്കിളിൽ നിന്നും എടുക്കാൻ പറ്റുന്നത്, ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുകയും അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതും കൂടി പറയുകയും ചെയ്തിട്ട് ഒരു കറണ്ട് അഫെയർ ഇൻറ്റിഗ്രേറ്റഡ് സ്റ്റാറ്റിക്, അതായത് കറണ്ട് അഫെയറിൽ വരുന്ന നിങ്ങളുടെ പൊളിറ്റി, ഇക്കണോമി കാര്യങ്ങളെല്ലാം ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഞാനിത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബൈ ദ ടൈം നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. അപ്പോൾ സോ പ്ലീസ് പേ അറ്റൻഷൻ ടു ഇറ്റ്, പ്ലീസ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, നിങ്ങളുടെ ഫെല്ലോ ആസ്പിരൻസിലേക്ക്
ദയവ് ചെയ്ത് എത്തിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നാഷണൽ ഫിലിം അവാർഡ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. നാഷണൽ ഫിലിം അവാർഡ്സ് അനൗൺസ് ചെയ്തു. അപ്പോൾ ആ ഫിലിം അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഈ നോട്ടിൽ നിന്ന് ഞാൻ ബോൾഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതലും പഠിക്കേണ്ടത്. കാരണം പ്രിലിംസ് പെർസ്പെക്റ്റീവിലാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്. സിലബസിൽ നമുക്ക് ഇത് കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന പ്രിലിംസ് ഭാഗത്തിലേക്കാണ് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ അവാർഡിനെ കുറിച്ചൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഫാക്റ്റാണ്, എന്നാണ് ഈ അവാർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. 1954 ഈ അവാർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ്. ഓക്കെ, എങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എടുക്കുന്നത്? ഒരു പാനൽ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്. അവരാണ് ഇതിൽ ഏതൊക്കെ കാറ്റഗറിയിൽ ആരൊക്കെ വിന്നർ ആവണമെന്ന് പറയുന്നത്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ അവാർഡ് സെറിമണി, ഈ അവാർഡ് കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ്, പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, ഈ കാര്യവും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഏതൊക്കെ ഫിലിംസിനാണ് ഈ ഒരു നാഷണൽ ഫിലിം അവാർഡ്സിന് വേണ്ടി മത്സരിക്കാൻ പറ്റുക. ആ ഫിലിംസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ വർഷം പ്രൊഡ്യൂസ് ചെയ്ത ഫിലിമുകളാണ്. അതാണ് ഇതിൻ്റെ കണ്ടീഷൻ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിലിംസിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. എന്താണ് അങ്ങനെ ഒരു കണ്ടീഷൻ, അങ്ങനെ ഒരു അവാർഡിലേക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്ത സിനിമക്കാണ്. ഇനി ഇതിൽ കാറ്റഗറീസ് വരുന്നുണ്ട്. 2 കാറ്റഗറീസാണ് മെയിനായിട്ട് വരുന്നത്, ഫീച്ചർ ഫിലിമും അതേപോലെ തന്നെ നോൺ ഫീച്ചർ ഫിലിമും. അതിൽ ബെസ്റ്റ് ഫീച്ചർ ഫിലിം, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് റൈറ്റിംഗ് ഓൺ സിനിമ ആൻഡ് എ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദാദാ സാഹേബ് ഫാൽക്കെ. ഇങ്ങനെയുള്ള കാറ്റഗറീസിലാണ് ആ അവാർഡ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നീട് അതിൻ്റെ ജൂറി, അതുപോലെ തന്നെ അതിൻ്റെ റോള്, ജൂറീസിന് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽസ് ആണ്. ഇനി ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ജൂറി അപ്പോയിൻറ്റ് ചെയ്യുന്നതിൽ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ആ ഡയറക്ടറേറ്റിനോ എന്തില്ല, ഒരു ഇൻഫ്ലുവൻസും ഇല്ല. ഇതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഗവൺമെൻറ്റിനോ ആ ഡയറക്ടറേറ്റിനോ ഒരു ഇൻഫ്ലുവൻസും ഇല്ല. അവരെ തിരഞ്ഞെടുക്കുന്നത് കൃത്യമായിട്ട് ആ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. ആ ഒരു റിക്വയർമെൻ്റ് ഉണ്ട്. ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽസിനെയാണ്. അപ്പോൾ ഇവിടെ എന്തില്ല, ഈ ഇൻഫ്ലുവൻസ് ഗവൺമെൻറ്റിൻ്റെയോ ഡയറക്ടറിൻ്റെയോ ഇൻഫ്ലുവൻസ് ഇല്ല. ഇനി ഈ എന്തൊക്കെയാണ് അവാർഡായിട്ട് കിട്ടുന്നത്? ഒരു മെഡൽ ലഭിക്കുന്നു, ഒരു ക്യാഷ് പ്രൈസ്, അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ്. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അവാർഡാണ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. ഈ അവാർഡാണ് ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ഓണർ ഗിവൺ ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ടു ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ സിനിമ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ നിന്നും ഈ അവാർഡിനെ കുറിച്ച് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ മാത്രം നമുക്കൊന്ന് അറിഞ്ഞാൽ മതി. അവാർഡ് എന്താണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, ഏതൊക്കെ കാറ്റഗറിയിലാണ് കൊടുക്കുന്നത്, അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, ആ സിനിമ ഏറ്റവും നല്ല കാറ്റഗറിയിലെ സിനിമകൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, അതിൻ്റെ ജൂറി ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് പോകാം. അടുത്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ജോഗ്രഫിയിൽ നിന്ന് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. വിച്ച് ദ ആർട്ടിക്കിൾ സേസ് ഇല്ലീഗൽ മൈനിങ് എൻക്രോച്ച്മെൻറ്റ്സ് ഡീഫോറസ്റ്റേഷൻ ടു ത്രെറ്റ് ടു അറവല്ലി ആസ് നാച്ചുറൽ ഗ്രീൻ വാൾ. അപ്പോൾ നമുക്ക് അറവല്ലി എന്ന് പറയുന്നത് ജോഗ്രഫിയിൽ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുള്ള ഒരു മേഖലയാണ് അറവല്ലി. അപ്പോൾ അറവല്ലിയുടെ ജോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടതും ഈ അറവല്ലിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കതിന് മുമ്പ് ഇത് സിലബസിൽ എവിടെയാണ് ഇത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ ആദ്യം ഒന്ന് നോക്കണം. സിലബസിൽ പ്രിലിംസിലാണെങ്കിൽ നമുക്കിത് വരുന്നത് ജോഗ്രഫി, ഇന്ത്യ ആൻഡ് വേൾഡ് ജോഗ്രഫി, ഫിസിക്കൽ, സോഷ്യൽ, ഇക്കണോമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്. അതുപോലെ മെയിൻസിലാണെങ്കിൽ നമുക്കിത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് GS1 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കീ നാച്ചുറൽ റിസോഴ്സസ് അക്രോസ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി വേരിയസ് പാർട്സ് ഓഫ് ദ വേൾഡ് ഇൻക്ലൂഡിങ് ഇന്ത്യ എന്ന് പറയുന്ന GS1 ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. ഞാൻ എന്തിനാണ് ഈ സിലബസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പഠിക്കുന്ന ഏതൊരു ആർട്ടിക്കിളും UPSCക്ക് ആണെങ്കിൽ എസ്പെഷ്യലി അത് സിലബസിൽ എവിടെ വരുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് മസ്റ്റാണ്. ഇനി നമുക്ക് അറവല്ലി റേഞ്ചിനെ കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അറവല്ലി റേഞ്ചിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തൊക്കെയാണ് അറവല്ലി റേഞ്ചസ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചലഞ്ചസ്, ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ ദ അറവല്ലി റേഞ്ച് സ്പാനിങ് ഫ്രം ഗുജറാത്ത് ടു ഡൽഹി, ഇതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഗുജറാത്ത് ടു ഡൽഹിയാണ്. ആൻഡ് എന്താണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, ഇതൊരു നാച്ചുറൽ ഗ്രീൻ ബാരിയറാണ്. ഒരു നാച്ചുറൽ ഗ്രീൻ ബാരിയറാണ്
ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിൽ. ഓക്കെ, പക്ഷേ ഈ അരവല്ലി റേഞ്ച് എന്തുകൊണ്ടാണ് ഇപ്പോൾ ന്യൂസിൽ വന്നിട്ടുള്ളത്? ഒരുപാട് ഇല്ലിഗൽ മൈനിങ് കാരണം, അതുപോലെ ഡീഫോറസ്റ്റേഷൻ കാരണം, ഹ്യൂമൻ എൻക്രോച്ച്മെൻറ്റ്സ് കാരണം ഈ അരവല്ലി റേഞ്ച് ഒരു ത്രെട്ടിലാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഈ അരവല്ലി റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു ക്വസ്റ്റ്യനും നമുക്ക് വരാണെങ്കിൽ ഇതിൽ പറയുന്ന പോയിന്റുകളൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. കാരണം അരവല്ലി റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടൊരു പഠനത്തെ ആസ്പദമാക്കിയാണ് ഈ ആർട്ടിക്കിൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അരവല്ലി റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ എർത്ത് സയൻസസ് ഇൻഫോർമാറ്റിക്സിൽ വന്ന ഒരു പഠനത്തിൽ പറയുന്നത് എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രോയിലും കൺക്ലൂഷനിലൊക്കെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്താണ് ഈ പഠനം, ഈ ആർട്ടിക്കിളിന് ആസ്പദമായിട്ടുള്ളത്? എർത്ത് സയൻസ് ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു പഠനത്തിൽ പറഞ്ഞതാണ് അരവല്ലിയുടെ ഫോറസ്റ്റ് കവർ അതിന് എത്രയും പെട്ടെന്ന് ഒരു സസ്റ്റൈനബിൾ പ്രാക്ടീസസ് ആവശ്യമാണ്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അരവല്ലി ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു ബോഡിയെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നും അതിൽ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് അവിടുത്തെ മൈനിങ്ങിനെ ബാൻ ചെയ്യണം എന്നും പറയുന്നുണ്ട്, അതിൻ്റെ ഇക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ അരവല്ലി റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പഠനത്തെക്കുറിച്ച് എഴുതാം. അരവല്ലി റേഞ്ച് ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലത്തെ അതിനെ സസ്റ്റൈനബിൾ പ്രാക്ടീസസിലൂടെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറയുന്ന ഒരു പഠനത്തെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഇനി എന്തൊക്കെയാണ് ഈ അരവല്ലി റേഞ്ചസ് നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ഇല്ലീഗൽ മൈനിങ്, ഡീഫോറസ്റ്റേഷൻ, ഹ്യൂമൻ എൻക്രോച്ച്മെൻറ്റ്സ്, ഇതൊക്കെയാണ്. പിന്നീട് ഈ പറഞ്ഞ ഗ്രൗണ്ട് വാട്ടർ റിസർവ്സിൻ്റെ ഡിപ്ലീഷൻ, വെജിറ്റേഷൻ്റെ ലോസ്, ബയോഡൈവേഴ്സിറ്റിയിലെ അപ്സെറ്റ്. ഇനി എന്താണ് ഈ അരവല്ലിയുടെ സിഗ്നിഫിക്കൻസ്? കൂട്ടുകാർ നമ്മൾ അറിഞ്ഞിരിക്കണം. അരവല്ലിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സിഗ്നിഫിക്കൻസ് എഴുതാൻ വേണ്ടി പറ്റണം. അരവല്ലി റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഇക്കോട്ടോൺ സോൺ ആണ്. ഏതൊക്കെ സോണുകൾ, ഏതൊക്കെ ഡെസേർട്ടുകൾ തമ്മിൽ, അല്ലെങ്കിൽ ഏത് ഡെസേർട്ടും ഏത് ഏരിയയും തമ്മിലാണ്? താർ ഡെസേർട്ടും അതേപോലെ തന്നെ ഗംഗാറ്റിക് പ്ലെയിനും തമ്മിലുള്ളൊരു എക്കോട്ടോക് സോൺ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ അരവല്ലി ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നതും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കഴിഞ്ഞിട്ടില്ല, അരവല്ലി റേഞ്ചിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, അരവല്ലി റേഞ്ചസിൻ്റെ പിന്നെ ഭീഷണികൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അരവല്ലി റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് എത്രയാണ് അതിൻ്റെ ലെങ്ത്ത് കെടുക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രോയിലൊക്കെ അരവല്ലി റേഞ്ചിനെ കുറിച്ച് വന്നാൽ എഴുതാം. ഏകദേശം 692 കിലോമീറ്ററാണ് കെടുക്കുന്നത്. ഓക്കെ, അതേപോലെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ എൻവയൺമെൻറ്റൽ ഡീഗ്രേഡേഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഞാൻ പറയുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് ഈ വർഷം മെയിൻസ് പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് വരെ ഇത് ഉപകാരപ്പെടും. കാരണം അത്ര കൃത്യമായിട്ട് നിങ്ങൾക്കിവിടെ ഒരു ഫാക്റ്റ് കിട്ടുകയാണ് അരവല്ലി റേഞ്ചിനെ കുറിച്ച്. അത്രയും പ്രാധാന്യമുള്ള ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻ്റ് ആയ അരവല്ലി റേഞ്ചിനെ കുറിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഫാക്റ്റുകൾ ഇവിടെ പറയാണ്. എത്രമാത്രം അരവല്ലിൻ്റെ എൻവയൺമെൻറ്റൽ ഡീഗ്രേഡേഷൻ സംഭവിച്ചു, അതായത് 999 മുതൽ 2019 വരെ ഏകദേശം 705 സ്ക്വയർ കിലോമീറ്റർ ഫോറസ്റ്റ് ഏരിയ ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് അതിനനുസരിച്ച് അവിടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. മൈനിങ് ആക്ടിവിറ്റീസ് വലിയ രീതിയിൽ 975 1.8 ഉണ്ടായിരുന്നത് 2019 ആകുമ്പോൾ 2.2 ആയിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫൈൻഡിങ് ആണ്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം അരവല്ലി റേഞ്ചസ് ഭീഷണിയിലാണ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിൽ പ്രധാനമായിട്ട് പറയുന്നത്. മാത്രമല്ല ഈ ആർട്ടിക്കിളിൽ ഇതിനെ കൺസർവ് ചെയ്യാൻ വേണ്ടി ചില റെക്കമെൻഡേഷൻസും പറയുന്നുണ്ട്. ലിഡാർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രോൺ സർവേ കണ്ടക്ട് ചെയ്തുകൊണ്ട് ഈ അരവല്ലി റേഞ്ചിന് ഏറ്റവും ഭീഷണിയാകുന്ന ഇല്ലീഗൽ മൈനിങ്ങിനെ കർബ് ചെയ്യണമെന്നാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. മാത്രമല്ല അരവല്ലി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയെക്കുറിച്ചും പറയുന്നുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെക്കുറിച്ച്. അതേപോലെ തന്നെ മൈനിങ്ങിൻ്റെ എല്ലാ ഫോമുകളും ബാൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അരവല്ലി റേഞ്ചിനെ കുറിച്ചിട്ട് അതിൻ്റെ ഇക്കോളജിക്കൽ ഡിവാസ്റ്റേഷനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ റെക്കമെൻഡേഷൻസ് എഴുതണം. നിങ്ങൾക്ക് ഈ റെക്കമെൻഡേഷൻസ് തന്നെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ അരവല്ലി റേഞ്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ ഞാൻ ഈ നോട്ടിൽ എൻ്റെ കുട്ടികൾക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിൽ ഡിഫിക്കൽട്ടായിട്ട് വരുന്ന ടെർമിനോളജീസ്, ആ ടെർമിനോളജീസ് നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ പോയിട്ട് നോക്കേണ്ട ആവശ്യം വരും. പക്ഷേ ഇവിടെ തന്നെ ഈ മെറ്റീരിയലിൽ തന്നെ ഞാൻ അത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ പറഞ്ഞ ആർട്ടിക്കിളിൽ നിങ്ങൾക്ക് പരിചയമല്ലാത്ത അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, ടേമുകൾ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇക്കോട്ടോൺ സോൺ, എൻഹാൻസ്ഡ് വെജിറ്റേഷൻ ഇൻഡെക്സ്, കാർബൺ ഫ്ലെക്സ്, ലിഡാർ, ഇതൊക്കെ എന്താണെന്ന് ഞാനിവിടെ നിങ്ങൾക്കിത് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിട്ടുള്ള വാക്കുകൾ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ എക്കോട്ടോൺ സോൺ എന്ന് പറയുന്നത്? ട്രാൻസിഷൻ ഏരിയയാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞു താർ ഡെസേർട്ടും ഗംഗാറ്റിക് പ്ലെയിനും, ഈ രണ്ട് എക്കോസിസ്റ്റം തമ്മിലുള്ള ട്രാൻസിഷൻ സോൺ. അങ്ങനെ ഒരു ട്രാൻസിഷൻ സോണാണ് നമ്മുടെ അരവല്ലി റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവാം. അടുത്ത ആർട്ടിക്കിൾ ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്.
ആ ആർട്ടിക്കിളിൽ പറയുന്നത് ISROയുടെ ഒരു സക്സസ്ഫുള്ളി ഒരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തു. അതാണ് വാർത്ത. അതിൻ്റെ പേരാണ് EOS-08 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ആർട്ടിക്കിളിൽ നിന്ന് എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് സിലബസിൽ ഇത് എവിടെയാണ് ലിങ്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. സിലബസിൽ നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്, അതല്ലെങ്കിൽ ജനറൽ സയൻസിലേക്കും, മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യൻസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡിജിനൈസേഷൻ ഓഫ് ടെക്നോളജി ആൻഡ് ഡെവലപ്പിംഗ് ഓഫ് ന്യൂ ടെക്നോളജി, ഇവിടെയാണ് നമുക്കിത് ലിങ്ക്. ഞാൻ പിന്നെയും പറയുന്നു എന്തുകൊണ്ട് സിലബസിലേക്ക് ലിങ്ക് ചെയ്തതിനെ കുറിച്ച് ഞാൻ ഓരോ ആർട്ടിക്കിൾ കഴിഞ്ഞിട്ട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഓരോ ആർട്ടിക്കിൾ കഴിഞ്ഞിട്ടും ഞാൻ സിലബസ് പറയുന്നത്. തുടക്കത്തിലായതുകൊണ്ട് ഞാൻ വളരെ പതുക്കെ പോകുന്നുള്ളൂ. പക്ഷേ നമുക്കറിയാം കുട്ടികളെല്ലാവർക്കും കുറഞ്ഞ സമയത്തിൽ കണ്ടൻറ്റ് കിട്ടാനാണ്. അപ്പോൾ അത് ഞാൻ വിൽ ടേക്ക് കെയർ. ഞാൻ കുറഞ്ഞ സമയത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കാം. പക്ഷേ ഈ നോട്ട് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് തരുമ്പോൾ നോട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കണം. കാരണം അതിൽ ഉള്ള കാര്യങ്ങൾ മിസ്സാവാൻ നിങ്ങൾക്ക് പാടില്ല. അത്രയും ഞാൻ വളരെ ക്രിസ്പായിട്ട് വളരെ ആപ്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട കണ്ടൻറ്റുകളെയാണ് കൃത്യമായിട്ട് അതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള ഈ ലോഞ്ചിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓക്കെ, ലോഞ്ച് ഡീറ്റെയിൽസ് ISRO ആണ് ഇതിൻ്റെ പേര്. EOS-08 എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ D3 വെച്ചിട്ടാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു മിഷൻ സക്സസ്ഫുൾ ആയിരുന്നു എന്നാണ് ISROയുടെ ചെയർമാൻ സോമനാഥ് പറഞ്ഞത്. ഇനി നമുക്ക് ഈ സാറ്റലൈറ്റിനെ കുറിച്ചൊന്ന് നോക്കാം. EOS-08 സാറ്റലൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സയൻസ് ആൻഡ് ടെക്, ISRO ഇതിൽ നിന്നൊക്കെ വരുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ മിഷൻസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ISROയുടെ മൈക്രോസാറ്റ് IMS-1 ബസ്സിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇതിന് 3 പേലോഡുകളാണ് ഉള്ളത്. 3 പേലോഡുകളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് പേലോഡ്, ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം റിഫ്ലക്ടോമെട്രി പേലോഡ്, അതേപോലെ SIC UV ഡോസിമീറ്റർ. ഇതിൻ്റെ 3ൻ്റെയും യൂസും ഇവിടെ പറയുന്നുണ്ട്. എന്താണ് EOIR അല്ലെങ്കിൽ ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് പേലോഡിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മിഡ് വേവ് IR അല്ലെങ്കിൽ MIR ആൻഡ് ലോങ് വേവ് IR LWIR ഇതിൻ്റെ ബാൻഡുകളെ ഇമേജ് കിട്ടുക എന്നുള്ളതാണ്. ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിൽ പറയുന്നത് റിമോട്ട് സെൻസിങ് കാപ്പബിലിറ്റീസിനെ ഓഷ്യൻ സർഫേസ് വിൻഡും സോയിൽ മോയ്സ്ചറും ക്രിയോസ്ഫിയർ മോണിറ്ററിങ്ങും ഫ്ലഡ് ഡിറ്റക്ഷനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് രണ്ടാമത്തെ പേലോഡ്. മൂന്നാമത്തെ SIC UV ഡോസിമീറ്റർ അൾട്രാ വയലറ്റ് റേഡിയേഷൻ ലെവൽ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മെയിൻസിലൊക്കെ ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത് എഴുതാം, അല്ലെങ്കിൽ പ്രിലിംസിലും നിങ്ങൾക്കത് ഈ പേലോഡിനെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. 1 വർഷമാണ് ഇതിൻ്റെ മിഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഇതിൻ്റെ ടെക്നിക്കൽ ടേംസ് ഞാൻ എഴുതിയിട്ടുണ്ട്. നോട്ടിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാം. എന്താണ് SSLV, എന്താണ് മൈക്രോസാറ്റ്, എന്താണ് ഇൻറ്റിഗ്രേറ്റഡ് ഏവിയോണിക്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ആ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ വരുന്ന ടേംസ് ആണ്. ഈ ടേംസ് ഞാൻ ഇത്രയും ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് ഇത്രയും കോംപ്രഹെൻസീവ് ആയിട്ടാണ് ഞാൻ ഈ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ നോട്ട് ഉപയോഗപ്പെടുത്തുക, വീഡിയോ ഉപയോഗപ്പെടുത്തുക, മാത്രമല്ല ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കെല്ലാം എത്തിക്കുകയും ചെയ്യുക. ഓക്കെ, അടുത്ത ആർട്ടിക്കിൾ നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പെർസ്പെക്റ്റീവിൽ നിന്നുള്ള ആർട്ടിക്കിളാണ്. ജൂറിസ്ഡിക്ഷൻ ഓഫ് കോർട്സ് ഡിഫൈൻഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ വൈസ് പ്രസിഡന്റ്, രാജ്യസഭയുടെ സ്പീക്കർ പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ റിലേറ്റഡ് ആർട്ടിക്കിളാണ്. പക്ഷേ നമുക്കിങ്ങനെ ഒരു ആർട്ടിക്കിൾ വന്നതുകൊണ്ട് നമുക്കിവിടെ എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ഈ കോർട്ടിൻ്റെ ഫങ്ഷൻസ് എന്ന് നമ്മൾക്കൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ കോർട്ട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. അതായത് സുപ്രീം കോർട്ടിൻ്റെ പവേഴ്സായിട്ട് ജൂറിസ്ഡിക്ഷനായിട്ട് എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. എന്തൊക്കെയാണ് സുപ്രീം കോർട്ടിൻ്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്? 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന്, സെൻറ്ററും ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളോ തമ്മിലുള്ള ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ, ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ ആ ഡിസ്പ്യൂട്ട് സുപ്രീം കോർട്ടിൻ്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷനാണ്. അതേപോലെ തന്നെ സെൻറ്ററോ മറ്റ് സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ എപ്പോഴും ഒരു 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ വരിക, സെൻറ്റർ ആൻഡ് എനി സ്റ്റേറ്റ് ഓർ സ്റ്റേറ്റ്സ് ഓൺ വൺ സൈഡ് ആൻഡ് 1 or more സ്റ്റേറ്റ്സ് ഓൺ ദ അതർ. അതായത് ഒന്നുകിൽ സ്റ്റേറ്റ് സെൻറ്റർ അല്ലെങ്കിൽ 2-3 സ്റ്റേറ്റ് ഇവിടെ 2-3 ഇങ്ങനെയുള്ള ഡിസ്പ്യൂട്ടുകൾ വരുന്ന സമയത്ത് അതും സുപ്രീം കോർട്ടിൻ്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷനാണ്. സുപ്രീം കോർട്ടിൻ്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷനാണ്. ഓക്കെ, ഇനി അടുത്തത് ഈ ഒറിജിനൽ ജൂറിസ്ഡിക്ഷനിൽ നമുക്ക് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് തോന്നിയേക്കാം, പക്ഷേ അതിൽ അല്ലാത്ത ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിലിംസിൽ ചോദ്യം വരാം. ഈ തന്നിരിക്കുന്ന എക്സെപ്ഷൻസും ഓൾറെഡി ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ കൂടി തന്നിട്ട് നിങ്ങളോട് അതിലേതൊക്കെയാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെ ഇത് എക്സെപ്ഷൻസ് ആണ്. ഈ എക്സെപ്ഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം.
ഇത് എക്സെപ്ഷൻസ് ആണ്. ഈ എക്സെപ്ഷൻസും പക്ഷേ നമുക്ക് ഒറിജിനൽ ജുറിഡിക്ഷൻ പോലെ തോന്നും. സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഇഷ്യൂ സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ഇഷ്യൂ ആയിട്ട് തോന്നും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഡിസ്പ്യൂട്ട്സ് അറൈസിംഗ് ഫ്രം എനി പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ട്രീറ്റി, ഡിസ്പ്യൂട്ട് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡഡ് ഫ്രം ദ സുപ്രീം കോർട്ട്സ് ജൂറിസ്ഡിക്ഷൻ, ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്, മാറ്റേഴ്സ് റെഫർ ടു ദ ഫിനാൻസ് കമ്മീഷൻ, ഇങ്ങനെയുള്ള ഈ പോയിന്റ്സ് നിങ്ങൾക്ക് വായിക്കാം. ഇതെല്ലാം അതിൻ്റെ എക്സെപ്ഷൻ ആണ്. ഇനി അടുത്തൊരു ജൂറിസ്ഡിക്ഷൻ ആണ് റിട്ട് ജൂറിസ്ഡിക്ഷൻ. നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കും പൊളിറ്റിയിൽ. റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്താണ്? ഈ റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്, റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഹെബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോ വാറണ്ടോ, സെറിഷറി എന്ന് പറയുന്ന 5ഓളം വരുന്ന റിട്ടുകളാണ്. നിങ്ങളിതിൽ ഹെബിയസ് കോർപ്പസ് ആയിരിക്കും നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരു കാണാതായ മനുഷ്യൻ്റെ ശരീരത്തെ പ്രസൻറ്റ് ചെയ്യുക എന്ന് കോടതി പറയുന്ന ഒന്നാണ് ഹെബിയസ് കോർപ്പസ്. 2 മാൻഡമസ്. ഓക്കെ, മാൻഡമസ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഒഫീഷ്യലിനോട് അവൻ ചെയ്യേണ്ട പണി ചെയ്യാൻ പറയുന്നതാണ് മാൻഡമസ്. പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റ് കോർട്ട് ഇന്ന പണി ചെയ്യരുത്, അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് പ്രൊഹിബിഷൻ. കോ വാറണ്ടോ എന്ന് പറയുന്നത് ഒരു ഓഫീസിലിരിക്കുന്ന ഒരു പബ്ലിക് ഓഫീസിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോട് താൻ എന്ത് അധികാരത്തിലാണ് അവിടെ കയറിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നതാണ് കോ വാറണ്ടോ. സെറിഷറി എന്ന് പറയുന്നത് ഒരു ഹയർ കോർട്ട് ഒരു ലോവർ കോർട്ടിനോട് അതിൻ്റെ ഓർഡറിനെ സ്ക്വാഷ് ചെയ്യാൻ പറയുന്ന ഒന്നാണ് സെറിഷറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് റിട്ട് ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ പറഞ്ഞു, റിട്ട് ജൂറിസ്ഡിക്ഷൻ പറഞ്ഞു. ഇനി നമുക്കുള്ളത് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ ആണ്. എന്തൊക്കെയാണ് ഈ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്? അതായത് നമുക്കറിയാം, ഏതെങ്കിലും ഒരു ലോവർ കോർട്ടിൽ വന്ന വിധിയെ അപ്പീൽ ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജൂറിസ്ഡിക്ഷനും കൂടി ഉണ്ട്. അപ്പോൾ സുപ്രീം കോടതിയിലാണ് ഈ അപ്പീലുകൾ വരിക, ഹയർ കോർട്ടിൽ, ലോവർ കോർട്ടിൽ നിന്നും. അതിലുള്ളതാണ് ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്ററിലുള്ള അപ്പീൽ, സിവിൽ മാറ്റേഴ്സിലുള്ള അപ്പീൽ, ക്രിമിനൽ മാറ്റേഴ്സിലുള്ള അപ്പീൽ, അതേപോലെ തന്നെ സ്പെഷ്യൽ ലീവിലുള്ള അപ്പീൽ. ഈ അപ്പീലുകളെല്ലാം സുപ്രീം കോടതിയിൽ വരുന്നുണ്ട്. അപ്പോൾ സുപ്രീം കോടതിൻ്റെ മറ്റൊരു ജൂറിസ്ഡിക്ഷനാണ് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിനൽ, അപ്പലേറ്റ്. പിന്നെ നമുക്ക് 4ാമത് വരുന്നതാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. എന്താണ് ഈ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 143 പ്രകാരം പ്രസിഡൻറ്റിന് നമ്മൾ സുപ്രീം കോടതി കൊടുക്കുന്ന അഡ്വൈസ്, അതും സുപ്രീം കോടതിൻ്റെ ഒരു ഫംഗ്ഷനാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ്റെ അണ്ടറിൽ. ഓക്കെ, അതേപോലെ മറ്റൊന്നാണ് കോർട്ട് ഓഫ് റെക്കോർഡ്. സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡായിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു പവറും കൂടി സുപ്രീം കോടതിനുണ്ട്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആക്ട്, ഒരു നിയമം അത് കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷന് ചേരുന്നത് തന്നെയാണോ എന്ന് കൃത്യമായിട്ട് നോക്കുന്ന ആ ഒരു പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ കൂടി സുപ്രീം കോടതിയുണ്ട്. അപ്പോൾ സുപ്രീം കോടതിൻ്റെ പവേഴ്സാണ് നമ്മൾ പറഞ്ഞത്. അതിൽ നമ്മൾ എല്ലാം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു. ഇനി നിങ്ങൾ ഈ നോട്ട് നോക്കുക, ഇത് പഠിച്ചിരിക്കുക. കാരണം സുപ്രീം കോടതിൻ്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രിലിംസിലും മെയിൻസിലും ഇവൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു ആർട്ടിക്കിൾ നമ്മൾക്കുള്ളത്, സുപ്രീം കോർട്ട് ഹാസ് ക്യാമ്പയിൻഡ് ഫോർ UCC ബട്ട് റെഫ്യൂസ്ഡ് ടു എൻഫോഴ്സ് ഇറ്റ്. UCC കുറിച്ചാണ് ഡിസ്കഷൻ. നമ്മുടെ എലക്ഷൻസിൻ്റെ പ്രചരണ സമയത്തെല്ലാം ഇത് നമ്മൾ കേട്ടതാണ്. ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവർണൻസ് എന്ന് പറയുന്ന ഭാഗത്തും, മെയിൻസിൽ GS2 ഗവർണൻസ് പോളിസീസ് ആൻഡ് ഇൻ്റർവെൻഷൻസ് ഓഫ് ഡെവലപ്മെൻറ്റ്സ് ഇൻ വേരിയസ് സെക്ടേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലും നമുക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്കിവിടെ ഈ സുപ്രീം കോർട്ട് യൂണിഫോം സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, നമ്മൾ ആർട്ടിക്കിൾ 44 ഒരു കാരണവശാലും UCC കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മറക്കരുത്. ആർട്ടിക്കിൾ 44. ഓക്കെ, ആർട്ടിക്കിൾ 44 ഈ UCC കുറിച്ച് പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, DPSP അല്ലെങ്കിൽ ഡയറക്റ്റ് മുനിസിപ്പൽ സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് എന്തല്ല, കോർട്ടിന് എൻഫോഴ്സിബിൾ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും അത് നിലവിൽ വരാനും ഒരുപാട് സമയമെടുക്കുമെന്നും നമുക്ക് ഊഹിക്കാം. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില കേസുകൾ ഉണ്ട്. ആ കേസുകൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് പ്രിലിംസിലോ മെയിൻസിലോ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്ന ഒന്നാണ് ഈ കേസുകൾ, അല്ലെങ്കിൽ ഈ ജഡ്ജ്മെൻ്റ് എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. സുപ്രീം കോർട്ട് UCCയുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സമയങ്ങളിലും വന്നിട്ടുള്ള കേസാണ്. ഒന്ന്, കേശവാനന്ദ ഭാരതി കേസ്. 2, നാഷണൽ ടെക്സ്റ്റൈൽ വർക്കേഴ്സ് വേഴ്സസ് PR രാമകൃഷ്ണൻ. അപ്പോൾ ഈ വർഷം മെയിൻസ് എഴുതുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് UCC കുറിച്ച് ചോദിക്കുമ്പോൾ ഈ ജഡ്ജ്മെൻറ്റുകളൊക്കെ നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞത് കോർട്ട് എന്ത് ചെയ്തു, എന്താ പറയുക, UCCയുടെ ലിമിറ്റേഷൻസിനെ റെക്കഗ്നൈസ് ചെയ്തു. പക്ഷേ അടുത്ത കേസിലേക്ക് വരുമ്പോൾ 1982 കേശവാനന്ദ ഭാരതി കേസിൽ കോർട്ടിന് ഇത് വേണമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ലിമിറ്റേഷൻസിനെയും കോർട്ട് കാണിച്ചു. പിന്നീട് നാഷണൽ ടെക്സ്റ്റൈൽ വർക്കേഴ്സ് വേഴ്സസ് PR രാമകൃഷ്ണൻ കേസിൽ കോർട്ട് പിന്നെയും എന്താ പറഞ്ഞത്, ഇറ്റ് കുഡ് നോട്ട് എൻഫോഴ്സ് എ UCC വിത്തൗട്ട് അപ്രോപ്രിയേറ്റ് ലെജിസ്ലേഷൻ. ഓക്കെ, പിന്നെ ഷാബാനോ കേസിലും UCC വന്നു, UCC കുറിച്ച് മെൻഷൻ ചെയ്തു. ഷർല മുഡ്ഗാൽ കേസിലും
യു സി സിയോട് അർജ് ചെയ്യാൻ സെൻട്രൽ ഗവൺമെൻറ്റിനോട് അർജ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതേപോലെ ജോസ് പോലോ കോണ്ടിന്യോ കേസ് 2019 അവിടെയും കോർട്ട് പറഞ്ഞു നിങ്ങൾ യു സി സിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നില്ല, പ്രോഗ്രസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇതിൽ ഈ ആർട്ടിക്കിൾ പറയുന്നത് കോർട്ട് പലപ്പോഴും ഇങ്ങനെ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലും സ്റ്റിൽ യു സി സി ഇംപ്ലിമെൻറ്റഡ് ആവുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ജഡ്ജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു സി സിയുമായിട്ട് ബന്ധപ്പെട്ട ജഡ്ജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ മെറ്റീരിയലിൽ നിന്ന് വായിക്കാം. ഇനി അടുത്തൊരു ആർട്ടിക്കിൾ, സെൻറ്റർ അൺവെയിൽസ് ന്യൂ സിസ്റ്റം ടു സ്റ്റഡി വെദർ ക്രോപ്പ് പാറ്റേൺസ്. അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഞാൻ കുട്ടികളോട് എപ്പോഴും പറയാറുണ്ട്, യു പി എസ് സിയുടെ ഒരു ഇഷ്ടഭാഗമാണ്. അഗ്രികൾച്ചറിൽ വരുന്ന ഇനീഷ്യേറ്റീവുകൾ, പുതിയ ടെക്നോളജികൾ, ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നത് പ്രിലിംസിൽ എക്കണോമി ഭാഗത്തും അതേപോലെ തന്നെ മെയിൻസിൽ GS3 മേജർ ക്രോപ്പിംഗ് പാറ്റേൺസ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി എന്ന് പറയുന്ന GS3 അഗ്രികൾച്ചർ ഭാഗത്തുമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് കൃഷി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം പുതിയ സ്കീമാണ്. അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ DSS എന്താണ് എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഈ DSS നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഒന്ന് റിയൽ ടൈം ആയിട്ടുള്ള ഡാറ്റ ഇൻസൈറ്റ്സിനാണ്. വെതർ പാറ്റേൺസ്, സോയിൽ കണ്ടീഷൻസ്, ക്രോപ്പ് ഹെൽത്തിനെ കുറിച്ച് റിയൽ ടൈം ഡാറ്റ തരുന്നു. മറ്റൊന്ന് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡാറ്റ അവൈലബിലിറ്റി, സാറ്റലൈറ്റ് ഇമേജസ്, വെതർ ഇൻഫോർമേഷൻ, സോയിൽ ഹെൽത്ത് ഇൻഫോർമേഷൻ, ഇതും നമുക്ക് ഈ പറയുന്ന ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം പ്ലാറ്റ്ഫോമിലൂടെ ലഭിക്കുന്നുണ്ട്. മറ്റൊന്നാണ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിനുള്ള ഒരു സാധ്യതയും കൂടി, ക്രോപ്പ് റൊട്ടേഷനും അതേപോലെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ പ്രാക്ടീസസും ഒക്കെ നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നു. മറ്റൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഡ്രോട്ട് മോണിറ്ററിങ്. ഇന്ത്യയുടെ അഗ്രികൾച്ചറിന് ഏറ്റവും വലിയ ശാപമായിട്ടുള്ള ചലഞ്ചായിട്ടുള്ള ഒന്നാണ് ഡ്രോട്ട് മോണിറ്ററിങ്. ഈ ഡ്രോട്ട് മോണിറ്ററിങ്ങും ഈ DSSലൂടെ കൃത്യമായിട്ട് എയർലി വാർണിംഗ് സിസ്റ്റത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സ്കീം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ സ്കീം നിങ്ങൾ അറിഞ്ഞിരിക്കണം, ആ സ്കീം നിങ്ങൾ പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊവിഷൻസ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ ദ എസെൻസ് ഓഫ് ഇന്ത്യാസ് ഇൻഫ്ലേഷൻ പ്രോബ്ലം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. പ്രിലിംസിൽ നമുക്ക് എക്കണോമിക്സിൽ ലിങ്ക് ചെയ്യാം, മെയിൻസിൽ നമുക്ക് GS3 ഇന്ത്യൻ ഇക്കോണമി ആൻഡ് ഇഷ്യൂസ് റിലേറ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ലിങ്ക് ചെയ്യാം. ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് ഈ കഴിഞ്ഞ യൂണിയൻ ബഡ്ജറ്റിൽ ഒരു സജഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫുഡിൻ്റെ പ്രൈസ് അതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് കോർ ഇൻഫ്ലേഷനും ഹെഡ്ലൈൻ ഇൻഫ്ലേഷനും. അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഫുഡ്, കാരണം ഫുഡ് എന്ന് പറഞ്ഞാൽ വളരെ വോളറ്റൈലാണ് അല്ലേ, പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന പ്രൈസാണ്. അപ്പോൾ അത് ഒഴിവാക്കണം എന്നുള്ളൊരു സജഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പലരും പറയുന്നത് അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഇൻഫ്ലേഷൻ്റെ ഐഡിയ കിട്ടില്ല. കാരണം ആൾക്കാർ ഫുഡ് ഒരു എസെൻഷ്യൽ സാധനമാണ്, അപ്പോൾ ആ ഫുഡ് എന്ന് പറയുന്നത് അവർ കഴിക്കുക. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ഇൻഫ്ലേഷൻ്റെ കണക്ക് ഒരിക്കലും അത് ഒരു കൃത്യമായ കണക്കാവില്ല എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇക്കണോമിക് സർവേ എന്താണ് ഇൻഫ്ലേഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ഫുഡിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള, ഫുഡ് പ്രൈസസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ ഒരു ഇൻഫ്ലേഷൻ കാൽക്കുലേഷൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, ഇതെല്ലാം ഈ നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലൂടെ പോകാം. കണ്ടില്ലേ, ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് ഇൻ ഇക്കണോമിക് പോളിസി, അതുപോലെ കൺക്ലൂഷൻ, ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് വായിക്കാം. അടുത്തൊരു ആർട്ടിക്കിൾ എപ്പാതി കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. ഒരു എഡിറ്റോറിയൽ പേജിൽ നിന്നാണ്. അവിടെ ആഫ്രിക്കയ്ക്ക് കൃത്യമായിട്ട് എംപോക്സ് വാക്സിൻസ് ലഭിക്കുന്നില്ല എന്നുള്ളൊരു ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്രിലിംസിലാണ് നമുക്കിത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നത്. ജനറൽ സയൻസിലും അതേപോലെ തന്നെ കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ഇവിടെ നമുക്കറിയാം WHO ഈ മങ്കി പോക്സിനെ അഗെയിൻ ഒരു ഇൻ്റർനാഷണൽ കൺസേൺ, ഹെൽത്ത് എമർജൻസി കൺസേൺ ആയിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു വാർത്തയാണ്. ഇവിടെ ഇപ്പോഴത്തെ നിലവിൽ ഏറ്റവും ചലഞ്ചായിട്ടുള്ള ഇപ്പോഴത്തെ ഔട്ട് ബ്രേക്കിൽ ഒന്നുള്ളതാണ് ഈ 1B വൈറസ് എന്ന് പറയുന്നത്. ആ 1B വൈറസും നമ്മൾ അറിഞ്ഞിരിക്കണം. ഏത് കോണ്ടക്സ്റ്റിലാണ് അത് ഡിസ്കഷനിൽ വന്നിട്ടുള്ളതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 1B വൈറസ്, അതേപോലെ തന്നെ ഈ വാക്സിൻ ഷോർട്ടേജ്, പലപ്പോഴും ആഫ്രിക്കയ്ക്ക് പലപ്പോഴും കൃത്യമായിട്ട് വാക്സിൻ കിട്ടിയിട്ടില്ല ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ US-ലും യൂറോപ്പിലും ഉണ്ടായ സമയത്ത് അവർക്ക് ലഭിച്ച ആ ഒരു ഡിസ്പാരിറ്റി, ഗ്ലോബൽ ഡിസ്പാരിറ്റി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അടുത്തത് എൻഷുവറിങ് സോഷ്യൽ ജസ്റ്റിസ് ഇൻ ദ ബ്യൂറോക്രസി എന്ന് പറഞ്ഞ അടിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്. GS2-ലാണ് നമുക്കത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നത്. ഗവൺമെൻറ് പോളിസീസ് ആൻഡ് ഇൻ്റർവെൻഷൻസ് ഫോർ ഡെവലപ്മെൻറ്റ് ഇൻ വേരിയസ് സെക്ടേഴ്സ് ആൻഡ് ഇഷ്യൂസ് എന്ന് പറയുന്ന, അതേപോലെ തന്നെ വെൽഫെയർ സ്കീംസ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ഈ ബാക്ക്വേർഡ് ക്ലാസ്സസിൽ നിന്നുള്ള SC ST തുടങ്ങിയ ക്ലാസ്സസിൽ നിന്നുള്ള ഓഫീസേഴ്സ് ഉണ്ടായിരുന്നില്ല, അവരുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒപ്പോസിഷൻ ലീഡർ അത് പാർലമെൻറ്റിൽ പറഞ്ഞു. കാരണം അങ്ങനെയുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിലേ ആ കമ്മ്യൂണിറ്റിക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ അതിലുണ്ടാവൂ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പറയുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്
ഈ ഒരു എത്രമാത്രം ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. കാരണം ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എത്രമാത്രം അപ്പർ കാസ്റ്റ് സീനിയർ സിവിൽ സർവൻസ് ഉണ്ട്, അതേ സ്ഥാനത്ത് എത്രമാത്രം SC/ST കാറ്റഗറിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള കീ ഡിസിഷൻസ് എടുക്കാനുള്ള പൊസിഷൻസിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നുണ്ട് അപ്പർ കാസ്റ്റ് ഇൻ സീനിയർ സിവിൽ സർവീസ് റോൾസ് ഈസ് എവിഡൻറ്റ് ഫ്രം ഒഫീഷ്യൽ ഡാറ്റാസ് ഓഫ് December 2022 ഓൺലി 4% ആൻഡ് 4.9% ഓഫ് സെക്രട്ടറി ആൻഡ് ജോയിൻറ്റ് സെക്രട്ടറി ലെവൽ ഓഫീസേഴ്സ് ആർ ഫ്രം SC/ST കാറ്റഗറി. മനസ്സിലായോ? അപ്പോൾ അത്രയും കുറവാണ്. അപ്പോൾ ഇവിടെ ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത് അവരുടെ എംപവർമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കീ മീറ്റിങ്ങുകളിൽ കീ കമ്മിറ്റികളിൽ ഇപ്പോൾ ബഡ്ജറ്റിൻ്റെ പ്രപ്പോസലൊക്കെ സബ്മിറ്റ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അവർ വേണം എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങളുടെ ഈ കമൻറ്റിൽ പറയുക, വെദർ ഇറ്റ് ഈസ് നീഡഡ് ഓർ നോട്ട് എന്നുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ SC/STയുടെ എംപവർമെൻറ്റിന് വേണ്ടി എന്തെല്ലാം ഗവൺമെൻറ്റിന് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റൊന്ന്, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു മോഡലാണ്. നമുക്കൊരു എക്സാമ്പിളൊക്കെ ആയിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. പക്ഷേ നമുക്ക് ആ ഒരു വാർത്തയെ നമുക്ക് എക്സാമ്പിളായിട്ടൊക്കെ നമുക്ക് നമ്മുടെ ആൻസറിൽ കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെയുള്ളൊരു വാർത്തയാണിത്. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള അവിടുത്തെ നല്ല ഒരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ പ്രാക്ടീസാണ്. അപ്പോൾ അതിന് പറയുന്നത് ആന്ധ്രാപ്രദേശ് കമ്മ്യൂണിറ്റി മാനേജ്ഡ് നാച്ചുറൽ ഫാമിംഗ് ഇനീഷ്യേറ്റീവ്. ഇവിടെ നിങ്ങൾ ഈ ഒരൊറ്റ ആന്ധ്രാപ്രദേശ് കമ്മ്യൂണിറ്റി മാനേജ്ഡ് നാച്ചുറൽ ഫാമിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എഴുതാം. ഇത്ര ഇതിൽ നിന്ന് നിങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ, ബാക്കി നിങ്ങൾക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാം. ഈ ഒരു മോഡൽ PCM-NF എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ്, ഈ ഇനീഷ്യേറ്റീവിലൂടെ കൃത്യമായിട്ട് ട്രെയിനിങ്ങുകൾ കൊടുത്ത് കൃത്യമായിട്ട് അവർക്ക് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ പ്രാക്ടീസിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് എങ്ങനെ ഇൻപുട്ട് കോസ്റ്റ് കുറക്കാം, എങ്ങനെ നല്ല ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാം, എങ്ങനെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ അത്രയാണുള്ളത്. പിന്നെ അടുത്തത് ഒരു മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ജസ്റ്റ് ഞാൻ അധികം വാർത്തയൊന്നും ഇട്ടിട്ടില്ല. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഒറ്റ കാര്യം അത് ഞാൻ ഈ ആർട്ടിക്കിൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം പല സമയത്തും ഈ പോർട്ടുകൾ UPSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു പോർട്ട് വാർത്തയിൽ വന്നിട്ടുണ്ട്. അവിടുത്തെ വർക്കേഴ്സ് അവർ എന്താ പറയുക അവിടെ സ്ട്രൈക്കിലാണ്. അപ്പോൾ ഒരു പോർട്ട് വാർത്തയിൽ വന്നതാണ്. ആ പോർട്ടിൻ്റെ പേരാണ് കൊളോസോ പോർട്ട്. അപ്പോൾ ഇവിടെ എത്ര കാര്യം അറിഞ്ഞിരുന്നാൽ മതി, കൊളോസോ പോർട്ട് ഏത് രാജ്യത്താണ്? അത് ചിലിയിലാണ്. ഈ കാര്യം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ ഇപ്പോൾ എസ് ഓഫ് നൗ ചിലി കൊളോസോ പോർട്ട്. കാരണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പോർട്ടുകൾ വാർത്തയിൽ വന്നിട്ടുള്ള പോർട്ടുകൾ തന്നിട്ട് അത് ഏത് ഭാഗത്താണ്, അത് ഏത് രാജ്യത്താണെന്ന് ചോദിക്കുന്ന ചോദ്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിട്ടൊന്ന് മാത്രമാണ്. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഫസ്റ്റ് ദിവസമായിരുന്നു. ഒരുവിധം എല്ലാ ആർട്ടിക്കിൾസും ഞാൻ കവർ ചെയ്യാൻ നോക്കി. സിലബസിൽ എവിടെ വരുന്നു എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്, PSC, SSC, UPSC, CUET എല്ലാത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ കോംപ്രഹെൻസീവായിട്ട് ഞാൻ ചെയ്തു. ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരും. നിങ്ങളുടെ വാട്സപ്പിലേക്ക് നിങ്ങൾക്കത് എത്തും. സോ ഐ ഹോപ്പ് ദിസ് സെഷൻ ബെനിഫിറ്റഡ് യു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക, പേഴ്സണലായിട്ട് എന്നോട് പറയുക. ഈ ചാനൽ, ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ഹാപ്പി എന്ന് കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒരു വലിയ കമ്മ്യൂണിറ്റിയിലേക്ക് ഇത് എത്തട്ടെ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ UPSC അല്ലെങ്കിൽ SSC, PS